Okay, first one, question number 28. X and Y are partners. The partnership date provides as follows. Accounts are balanced on 31st March every year. The profit be divided as X 1/2 and Y 1/3. Okay, X in the share 1/2, അതായത് 1/2, Y in the share 1/3, 1/3, പിന്നെ and carry to reserve 1/6. റിസർവിലേക്ക് പ്രോഫിറ്റിന്റെ 1/6 ഷെയർ പോകുന്നുണ്ട്. ആദ്യം ഇവിടെ ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആവണം. 6 ആണ് എൽസിയം വരാം. ഇപ്പോൾ 3/6, 2/6 ആൻഡ് 1/6. ഇത് ഇയർലി പ്രോഫിറ്റ് ആണ്. ഇയർലി പ്രോഫിറ്റിലാണ് 1/6 ട്രാൻസ്ഫർ ആവുക റിസർവിലേക്ക്. പാർട്ട്നേഴ്സിന്റെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതെല്ലാം ജനറൽ റിസർവ്, വർക്ക്മെൻസ് കോമ്പൻസേഷൻ റിസർവ്, P&L അക്കൗണ്ട്, ഡിഫേർഡ് അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ, അങ്ങനെ ഗുഡ്വിൽ, അങ്ങനെയുള്ളതെല്ലാം പാർട്ട്നേഴ്സിന്റെ ഇടയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. റിസർവ് എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ട്ണറോ അല്ലെങ്കിൽ ഒരു പേഴ്സണോ അല്ല. അപ്പം അങ്ങനെയുള്ളതെല്ലാം 3:2 റേഷ്യോയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതായത് 3/5 ആൻഡ് 2/5. ഇവിടെ ഈ റിസർവ് പാർട്ട് ജസ്റ്റ് ഒരു കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി തരുന്നതാണ്. ഇയർലി പ്രോഫിറ്റ് എന്ന് പറഞ്ഞല്ലോ, അത് പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലാണ് റിസർവ് ഒക്കെ റെക്കോർഡ് ചെയ്യല്. അപ്പം ഇവിടെ വൈ മരിക്കുന്നത് 1st ഓഗസ്റ്റിലാണ്, അതായത് കൊല്ലത്തിലെ നടുവിൽ വെച്ചിട്ടാണ് വൈ മരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ട് അവർ പ്രിപ്പയർ ചെയ്യുന്നില്ല, P&L അപ്രോപ്രിയേഷൻ അവർ പ്രിപ്പയർ ചെയ്യുന്നില്ല. സോ ഇത് ജസ്റ്റ് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നതാണ് റിസർവ് പാർട്ട്. ഇവിടെ ഇനി ഗുഡ്വില്ലും പ്രോഫിറ്റും എല്ലാം 3:2, ഈ 3/5 ആൻഡ് 2/5 റേഷ്യോയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യല്. ഓക്കെ, that in the event of the death of a partner, his executor be entitled to be paid. First one capital, Y in the capital. Second one share of profit based on average profit of last 3 completed years. കഴിഞ്ഞ 3 കൊല്ലത്തെ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അതിന്റെ ബേസിലാണ് വൈൻ്റെ പ്രോഫിറ്റ് ഷെയർ. ആൻഡ് ബൈ വേ ഓഫ് ഗുഡ്വിൽ ഹിസ് പ്രൊപ്പോർഷൻ ഓഫ് ദ ടോട്ടൽ പ്രോഫിറ്റ് ഫോർ ദ ലാസ്റ്റ് 3 preceding years. അപ്പം ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യലും കഴിഞ്ഞ 3 കൊല്ലത്തെ പ്രോഫിറ്റിന്റെ ബേസിലാണ്. ഓക്കെ, ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. കഴിഞ്ഞ 3 കൊല്ലത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. വൈ ഡൈഡ് ഓൺ 1st ഓഗസ്റ്റ്. അപ്പം 4 months ആണ് ടൈം പീരീഡ്. പ്രിപ്പയർ നെസസറി അക്കൗണ്ട്. വൈൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഫസ്റ്റ് വൺ ക്യാപിറ്റൽ. വൈൻ്റെ ക്യാപിറ്റൽ ബൈ ബാലൻസ് ബോട്ട് ഡൗൺ. ഓക്കെ, വൈൻ്റെ ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിലുണ്ട് 6,000 ആണ്. പിന്നെ റിസർവ് ഉണ്ട് ബാലൻസ് ഷീറ്റിൽ, വാല്യൂ 3,000 ആണ്. റിസർവ് എക്സും വൈയും 3:2 റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇവിടെ വൈൻ്റെ ഷെയർ അപ്പം 2/5 ആണ്. 2/6 അല്ല, 2/5 ആണ്. കാരണം 3:2 റേഷ്യോയിലാണ് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ വൈൻ്റെ ഷെയർ വരാം 1,200 ബൈ ജനറൽ റിസർവ് അക്കൗണ്ട് 1,200. ജനറൽ റിസർവ് ബാലൻസ് ഷീറ്റിൽ ഉണ്ടെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി വരാം ജനറൽ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഇത് വേറെ ഒന്നും ബാലൻസ് ഷീറ്റിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനില്ല. നെക്സ്റ്റ് വൺ ഹിസ് പ്രൊപ്പോർഷൻ ഓഫ് പ്രോഫിറ്റ് ടിൽ ദ ഡേറ്റ് ഓഫ് ഡെത്ത്. അപ്പം വൈൻ്റെ പ്രോഫിറ്റ് ബേസ്ഡ് ഓൺ ആവറേജ് പ്രോഫിറ്റ് ഓഫ് ലാസ്റ്റ് 3 years. ഇപ്പോൾ ലാസ്റ്റ് 3 yearsന്റെ പ്രോഫിറ്റ് ആണിത്. അതിൻ്റെ ടോട്ടൽ 12,600 ആണ്. അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കണം. ആവറേജ് പ്രോഫിറ്റ് ഇസ് 12,600 by 3 years by 3, 4,200. ഇതാണ് ആവറേജ് പ്രോഫിറ്റ്. ഇനി ആവറേജ് പ്രോഫിറ്റ് ഓഫ് ലാസ്റ്റ് 3 years. ഇനി വൈ മരിക്കുന്നത് 1st ഓഗസ്റ്റ്. അപ്പോൾ ടൈം പീരീഡ് 4 months ആണ്. 4 monthലേക്ക് എത്രയാണ് പ്രോഫിറ്റ് എന്ന് കണ്ടുപിടിക്കണം. ബൈ 12, എന്നിട്ട് അതിൽ നിന്നും വൈൻ്റെ ഷെയർ 2/5. ഇതാണ് വൈൻ്റെ പ്രോഫിറ്റ് ഷെയർ. 4,200 multiplied by 4/12 time period multiplied by wise profit share.
സോ 560 ആണ് വൈൻ്റെ പ്രോഫിറ്റ് ഷെയർ. ജേർണൽ എൻട്രി വരാം P&L account debit to Wise Capital. Amount is 560. So അത്രേ ഉള്ളൂ. Next one, by way of goodwill. Buying the share of goodwill. His proportion of the total profit of last 3 preceding years. കഴിഞ്ഞ 3 കൊല്ലത്തെ പ്രോഫിറ്റിന്റെ ബേസിലാണ് ബൈൻ്റെ ഗുഡ്വിൽ കണ്ടുപിടിക്കുക. സോ 12,600 ആണ് കഴിഞ്ഞ 3 കൊല്ലത്തെ പ്രോഫിറ്റിന്റെ ടോട്ടൽ. ഇനി ഇത് ഗുഡ്വിൽ ഓഫ് ദ ഫേം ആണ്, ഹോൾ ഫേം. ഇനി അതിൽ നിന്നും വൈൻ്റെ ഷെയർ മാത്രം കണ്ടുപിടിക്കണം. മൾട്ടിപ്ലൈ ബൈ 2/5. 5,040 ആണ് വൈൻ്റെ ഷെയർ ഓഫ് ഗുഡ്വിൽ. ഇവിടെ എക്സും വൈയും 2 പാർട്ട്നേഴ്സും ഉള്ളൂ. അപ്പം വൈൻ്റെ ഷെയർ ഓഫ് ഗുഡ്വിൽ അതിൻ്റെ ജേർണൽ എൻട്രി വരെ ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ 2 പാർട്ട്നേഴ്സേ ഉള്ളൂ. അപ്പം എക്സസ് അക്കൗണ്ട് ഡെബിറ്റ് ടു വൈസ് അക്കൗണ്ടിന് വരുള്ളൂ. അപ്പം ബൈ എക്സ് അക്കൗണ്ട്, എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് 5,040. ഓക്കെ, ഇനി വേറൊന്നും റെക്കോർഡ് ചെയ്യാനില്ല. സോ 2 സൈഡും ടോട്ടൽ ചെയ്യാം. 12,800 ആണ് ടോട്ടൽ. സോ ഈ സൈഡിലും 12,800, ബാലൻസ് വരുന്നത് 12,800 ആണ്. ഇത് വൈൻ്റെ എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. വൈസ് എക്സിക്യൂട്ടേഴ്സ് എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് 12,800. That's all. Question number 29. A, B and C were partners in the firm. A died on 31st March 2025. ബുക്സ് ക്ലോസ് ചെയ്യുന്നത് 31st മാർച്ചിലാണ്. അപ്പം ഇയർ എൻഡിൽ തന്നെയാണ് എ ഡൈ ചെയ്യുന്നത്. എൻ്റെ ഡെത്ത് വരുന്നത് ഇയർ എൻഡിൽ തന്നെയാണ്. സോ 12 months ആണ് ടൈം പീരീഡ്. ആൻഡ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദ ഫേം ഇസ് ഗിവൺ. ബാലൻസ് ഷീറ്റിൽ ജനറൽ റിസർവ് ഉണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, വർക്ക്മെൻസ് കോമ്പൻസേഷൻ റിസർവ്, P&L അക്കൗണ്ട് ഉണ്ട്. പിന്നെ അസറ്റ് സൈഡിൽ ഡിഫേർഡ് അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ ഉണ്ട്, ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. On A's death, it was found that patents were valueless, furniture was to be brought down to 24,000, plan was reduced to 10,000, and there was a liability of 7,000 on account of workmen's compensation. Pass necessary journal entry for the above at the time of A's death. ഹോൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിട്ടില്ല. സോ അതിൻ്റെ അർത്ഥം ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ABC. ഇവിടെ ജേർണൽ എൻട്രി പാസ് ചെയ്യാനാണ് പറയുന്നത്, അക്കൗണ്ട്സ് ഒന്നും പ്രിപ്പയർ ചെയ്യണ്ട. ഫസ്റ്റ് വൺ, on A's death, it was found that patents were valueless. പേറ്റൻസിന്റെ വാല്യൂ കുറഞ്ഞു. ഫർണിച്ചർ വാസ് ടു ബി ബ്രോട്ട് ഡൗൺ. ഫർണിച്ചറിന്റെ വാല്യൂ കുറയാണ്. ആൻഡ് പ്ലാന്റിന്റെ വാല്യൂ കുറയാണ്. സോ അതിന്റെ ജേർണൽ എൻട്രി വരാം. ഫസ്റ്റ് വൺ, ഡേറ്റ് ഒക്കെ 31st മാർച്ച് വരാം. എന്റെ ഡെത്തിന്റെ ഡേറ്റ് ആണ് വരാം. ഫസ്റ്റ് വൺ, റിവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു പേറ്റന്റിന്റെ വാല്യൂ കുറയാണ്, പേറ്റന്റ് അക്കൗണ്ട് ടു ഫർണിച്ചറിന്റെ വാല്യൂ കുറയാണ്, ടു ഫർണിച്ചർ അക്കൗണ്ട് ടു പ്ലാന്റ് അക്കൗണ്ട്. ഇതൊക്കെ അസറ്റ് ആണ്. അസറ്റിന്റെ വാല്യൂ കുറയുമ്പോൾ റിവാലുവേഷൻ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യാം. സോ ഇതാണ് അതിന്റെ ജേർണൽ എൻട്രി വരാം. റിവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു പേറ്റന്റ് അക്കൗണ്ട് ടു ഫർണിച്ചർ അക്കൗണ്ട് ടു പ്ലാന്റ് അക്കൗണ്ട്. പേറ്റന്റിന്റെ വാല്യൂ 8,000 ആണ് ബാലൻസ് ഷീറ്റിൽ. സോ കംപ്ലീറ്റ് 8,000ന്റെ വാല്യൂ, പേറ്റൻസ് വരെ വാല്യൂലെസ് ആണ്, കംപ്ലീറ്റ് 8,000 പോയി, വാല്യൂ കുറഞ്ഞു. ഫർണിച്ചർ വാസ് ടു ബി ബ്രോട്ട് ഡൗൺ ടു 24,000. ഫർണിച്ചറിന്റെ വാല്യൂ ബാലൻസ് ഷീറ്റിൽ 30,000 ആണ്, അത് 24,000 ആയിട്ട് കുറഞ്ഞു. സോ ഡിഫറൻസ് 6,000. പിന്നെ പ്ലാന്റിന്റെ വാല്യൂ വാസ് ടു ബി റെഡ്യൂസ്ഡ് ബൈ 10,000. ഡയറക്റ്റ് എമൗണ്ട് ആണ്, 10,000 കുറഞ്ഞു. 10,000, 8,000 പ്ലസ് 6,000 പ്ലസ് 10,000, 24,000 ആണ് റിവാലുവേഷൻ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യുക. റിവാലുവേഷൻ അക്കൗണ്ടിൽ വേറെ ഒന്നും പോസ്റ്റ് ചെയ്യാനില്ല. ഇനി നോക്കേണ്ടത് റിവാലുവേഷൻ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നാണ്. ഇവിടെ പേറ്റന്റ്, ഫർണിച്ചർ, പ്ലാന്റ് ഒക്കെ അസറ്റ് ആണ്. അസറ്റിന്റെ വാല്യൂ റിഡ്യൂസ് ചെയ്യുമ്പം ഇതൊക്കെ റിവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ബാലൻസിങ് ഫിഗർ വരാം ക്രെഡിറ്റ് സൈഡിലായിരിക്കും. ബാലൻസിങ് ഫിഗർ ക്രെഡിറ്റ് സൈഡിൽ വരുമ്പോൾ അത് റിവാലുവേഷൻ ലോസ് ആണ്. അപ്പോൾ ജേർണൽ എൻട്രി വരാം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു റിവാലുവേഷൻ അക്കൗണ്ട്. ഇവിടെ പാർട്ട്നേഴ്സ് A's ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്, B's capital account debit, C's capital account debit,
to revaluation account. So revaluation account amount 24,000 ആണ്. ഇത് 1:1 റേഷ്യോയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ 8,000 8,000 and 8,000. സോ റിവാലുവേഷൻ കഴിഞ്ഞു. റിവാലുവേഷൻ ലോസ് ആയിരുന്നു 24,000. ഇനി വർക്ക്മെൻസ് കോമ്പൻസേഷൻ റിസർവ്. ബാലൻസ് ഷീറ്റിൽ ഒരു ജനറൽ റിസർവ്, വർക്ക്മെൻസ് കോമ്പൻസേഷൻ റിസർവ്, P&L അക്കൗണ്ട് ആൻഡ് ഡിഫേർഡ് അസറ്റ് സൈഡിൽ ഡിഫേർഡ് അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ. ഇത് നാലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് വൺ ജനറൽ റിസർവ് 31st March. ജനറൽ റിസർവ് ഉണ്ട്, വാല്യൂ 27,000 ആണ്. ഇതിന്റെ ജേർണൽ എൻട്രി വരാം ജനറൽ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ജനറൽ റിസർവ് account debit to A's capital account, to B's capital account, to C's capital account. So general reserve value 27,000. ഇത് 1:1 ratio distribute ചെയ്യണം. So 9,000 and 9,000. General reserve transferred to partners capital account. ഇനി workmen's compensation reserve value 10,000 ആണ്. ക്ലെയിം ഉണ്ട് 7,000. അപ്പം ജേർണൽ എൻട്രി വരാം 31st March. Workman compensation reserve account debit to workmen's compensation claim account. റിസർവിൽ 10,000 ആണ് വാല്യൂ, ക്ലെയിം 7,000, ബാക്കി 3,000 പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ടു A's ക്യാപിറ്റൽ അക്കൗണ്ട്, ടു B's ക്യാപിറ്റൽ അക്കൗണ്ട്, ടു C's ക്യാപിറ്റൽ അക്കൗണ്ട്. $3,000 ആണ് 1:1 റേഷ്യോയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. 3,000, 1,000, 1,000 and 1,000. ഇനി നെക്സ്റ്റ് വൺ P&L അക്കൗണ്ട്. P&L അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ലയബിലിറ്റി സൈഡ് പറയുമ്പോൾ അത് പ്രോഫിറ്റ് ആണ്. സോ 31st March 2025 പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ P&L അക്കൗണ്ട് ഡെബിറ്റ് ടു A's capital account, to B's capital account, to C's capital account. P&L വാല്യൂ 6,000. ഇത് 1:1 റേഷ്യോയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പം 2,000, 2,000 and 2,000. P&L പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ദി പാർട്ട്നേഴ്സ്. അപ്പം ലയബിലിറ്റി സൈഡിൽ ഒന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനില്ല. ഇനി അസറ്റ് സൈഡിൽ ഡിഫേർഡ് അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ ഉണ്ട്. സോ 31st March ഡിഫേർഡ് അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ, അതിൻ്റെ ജേർണൽ എൻട്രി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിഫേർഡ് അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ. സോ A's capital account debit, B's capital account debit, C's capital account debit to deferred advertisement expenditure account. വാല്യൂ വരുന്നത് 18,000 ആണ്. ഇത് 1:1 റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ 6,000, 6,000 and 6,000. ഇത് വേറൊന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും ഇല്ല. ഇനി എന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്നും എന്റെ എക്സിക്യൂട്ടീവിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം പ്രോഫിറ്റ്. സോ 31st March 2025 A's capital account debit to A's executors account. എത്ര എമൗണ്ട് ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം എന്റെ ക്യാപിറ്റലിലേക്ക് ഡെബിറ്റ് ആയ എല്ലാ എമൗണ്ടും സബ്ട്രാക്ട് ചെയ്യണം, എന്നിട്ട് ക്രെഡിറ്റ് ആയ എല്ലാ എമൗണ്ടും ആഡ് ചെയ്യണം. അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അക്കൗണ്ടിൽ നിന്നും പൈസ റിഡ്യൂസ് ആവാന്നാണ്, അക്കൗണ്ട് ക്രെഡിറ്റ് ആവാന്ന് പറഞ്ഞാൽ അക്കൗണ്ടിലേക്ക് പൈസ വരാന്നാണ്. അപ്പം ആദ്യം എന്റെ ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിൽ 40,000 ആണ്. ഇവിടെ എന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ആയിട്ടുണ്ട് 8,000 റിവാലുവേഷൻ ലോസ്. സോ -8,000,
പിന്നെ ജനറൽ റിസർവ് എന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ആണ് 9,000 പ്ലസ് 9,000. പിന്നെ വർക്ക്മെൻസ് കോമ്പൻസേഷൻ റിസർവില് എന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ആണ്. സോ അക്കൗണ്ടിലേക്ക് പൈസ വരാണ്. പ്ലസ് 1,000 P&L അക്കൗണ്ട് എന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. പ്രോഫിറ്റ് ആണ്. അപ്പം പ്രോഫിറ്റ് ക്രെഡിറ്റ് ചെയ്യാൻ അക്കൗണ്ട് ക്രെഡിറ്റ് ആവാൻ പ്രോഫിറ്റ് അക്കൗണ്ടിലേക്ക് വന്നു. സോ പ്ലസ് 2,000. പിന്നെ ഡിഫേർഡ് അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ, അതില് എന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാൻ ചെയ്തിട്ടുള്ളത്. അപ്പം മൈനസ് 6,000. ഓക്കെ, വേറെ ഒന്നുമില്ല. ഇനി ഇത് ടോട്ടൽ ചെയ്യാം. സോ ഇതൊക്കെ ചെയ്യുമ്പം 38,000 ആണ് അമൗണ്ട് വരുന്നത്. 38,000 എന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്നും എന്റെ എക്സിക്യൂട്ടീവിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. That's all. Okay, question number 30. Srirish, Harith and Asha were partners in a firm, sharing profits in the ratio of 5:4:1. That's the old profit sharing ratio. Srirish died on 30th June. June last ആണ് മരിക്കുന്നത്. അപ്പം ടൈം പീരീഡ് 3 months, April, May, June. On this date ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. പിന്നെ അക്കോർഡിംഗ് ടു ദ പാർട്ണർഷിപ്പ് ഡീഡ്, ഹിസ് എക്സിക്യൂട്ടീവ്സ് ഈസ് entitled to share in the profit on the basis of average profit of last 2 years. പിന്നെ ഗുഡ്വില്ലും കണ്ടുപിടിക്കണം. ഗുഡ്വില്ലും പ്രോഫിറ്റും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. Prepare Srirish capital account to be presented to his executor. ശ്രീരീഷിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഫസ്റ്റ് വൺ, ബൈ ബാലൻസ് ബോട്ട് ഡൗൺ. ബാലൻസ് ഷീറ്റിലുണ്ട് ശ്രീരീഷിന്റെ ക്യാപിറ്റൽ 1 lakh. പിന്നെ പ്രോഫിറ്റ് ഉണ്ട്. ലയബിലിറ്റി സൈഡിൽ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. വാല്യൂ 80,000 ആണ്. ഇത് 5:4:1 റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. സോ 80,000 multiplied by 5/10. ശ്രീരീഷിന്റെ ഷെയർ 40,000. So in the journal entry where P&L account debit to Sriri's capital account. So on the credit side by P&L account 40,000. ഈ വേറെ ഒന്നും ബാലൻസ് ഷീറ്റിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനില്ല. Okay, according to the partnership deed, his executor is entitled to share in profit in the year of death. Sririshന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ആവറേജ് ഓഫ് ലാസ്റ്റ് 2 years പ്രോഫിറ്റ്. കഴിഞ്ഞ 2 കൊല്ലത്തെ പ്രോഫിറ്റിന്റെ ആവറേജ് പ്രോഫിറ്റിന്റെ ബേസിലാണ് ശ്രീരീഷിന്റെ പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ടത്. പ്രോഫിറ്റ് ഫോർ ദ ഇയർ 2016 to 2017 തന്നിട്ടുണ്ട്, വാസ് 60,000. പിന്നെ ബാലൻസ് ഷീറ്റിൽ പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 2017 to 18. നമ്മൾ നേരത്തെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത പ്രോഫിറ്റ്, കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റ് 80,000. 16 to 17 പ്രോഫിറ്റ് അഡ്ജസ്റ്റ്മെന്റിലും 17 to 18 പ്രോഫിറ്റ് ബാലൻസ് ഷീറ്റിലാണ് തന്നിട്ടുള്ളത്. സോ അതിന്റെ ടോട്ടൽ 1,40,000. ഇതിന്റെ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ആവറേജ് പ്രോഫിറ്റ് is 1,40,000 divided by 2 years. 70,000 ആണ് ആവറേജ് പ്രോഫിറ്റ്. ഇത് പ്രോഫിറ്റ് ഓഫ് ദ ഫേം ആണ്. അതിൽ നിന്നും ശ്രീനിഷിന്റെ ഷെയർ is 70,000 into multiplied by 3/12. 3 മാസത്തേക്ക് എത്രയാണെന്ന് ആദ്യം കണ്ടുപിടിക്കും. എന്നിട്ട് അതിൽ നിന്നും ശ്രീനിഷിന്റെ ഷെയർ 5/10. സോ ടോട്ടൽ വരുന്നത് 8,750. ഇതിന്റെ ജേർണൽ എൻട്രി എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ ജേർണൽ എൻട്രി P&L സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ശ്രീരീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. സോ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ബൈ P&L സസ്പെൻസ് അക്കൗണ്ട് 8,750. സോ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്. ഇനി ഗുഡ്വിൽ ഓഫ് ദ ഫേം. The second one, goodwill of the firm was to be valued at 2 years purchase of average of last year's profit. So average profit മെത്തേഡിലാണ് ഗുഡ്വിൽ കണ്ടുപിടിക്കുന്നത്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. കഴിഞ്ഞ കൊല്ലത്തെ ആവറേജ് പ്രോഫിറ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, 70,000 ആണ്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ഗുഡ്വിൽ കണ്ടുപിടിക്കല്, ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് മൾട്ടിപ്ലൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ്. നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് 2 ആണ്, ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. സോ 1,40,000 ആണ് ഗുഡ്വിൽ.
ഇനി ഇതിൽ നിന്നും ശ്രീരിഷിന്റെ ഷെയർ എന്താണ് കണ്ടുപിടിക്കണം. ഇത് ഗുഡ് വിൽ ഓഫ് ദ ഫേം ആണ്. അപ്പം ശ്രീരിഷിന്റെ മാത്രം ഷെയർ എന്താന്ന് വെച്ചാൽ കണ്ടുപിടിക്കണം. 70,000 ആണ് ശ്രീരിഷിന്റെ ഷെയർ ഓഫ് ഗുഡ് വിൽ. ഈ 70,000 ഗെയിനിങ് പാർട്ട്നേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഇവിടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇവിടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഗെയിനിങ് റേഷ്യോ ഒന്നും തന്നിട്ടില്ല. അപ്പം ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്നാണ് ഗെയിനിങ് റേഷ്യോ. സോ ഈ 70,000 ഹാരിത്തും ആശയും ഫോർസ്മൻ റേഷ്യോയില് കോൺട്രിബ്യൂട്ട് ചെയ്യണം. 56,000 and 14,000. ഇതാണ് ഗുഡ് വിൽ. ഓക്കെ, അപ്പം ഹാരിത്ത് 56,000ഉം ആശ 14,000ഉം കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇതിന്റെ ജേർണൽ എൻട്രി വരല് ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിസീസ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഹാരിത്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്, ആശാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ശ്രീരിഷ് ക്യാപിറ്റൽ അക്കൗണ്ട്. ശ്രീരിഷിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആശിനെയും ഹാരിത്തിനും ക്രെഡിറ്റ് ചെയ്യണം. ബൈ ഹാരിത്സ് ക്യാപിറ്റൽ അക്കൗണ്ട് and by Asha's capital account. 56ഉം 14ഉം 56,000 and 14,000. That's all. വേറെ ഒന്നും റെക്കോർഡ് ചെയ്യാനില്ല. സോ ടോട്ടൽ നോക്കാം. 2,18,750 ആണ് ടോട്ടൽ. ഡിഫറൻസ് 2,18,750. ഇത് ടു ശ്രീരിഷ് എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. ദാറ്റ്സ് ഓൾ.